സഹജീവികൾ അനുഭവിക്കുന്നതും സ്വന്തം നിലയിൽ ബാധിക്കാത്തതുമായിട്ടുള്ള ദുരന്തങ്ങളെ വിനോദമായി സ്വീകരിക്കുന്ന ഒരുതരം സ്വഭാവം സാമൂഹ്യ മാധ്യമ കാലത്ത് നമ്മളിൽ വളർന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ടോ? ഇന്നലെ വളരെ വാചാലനാവാൻ ഒരുങ്ങി വന്നതാണ് വാസ്തവത്തിൽ. പക്ഷേ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ അങ്ങ് ഇരുന്നപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യമായിട്ട്. കാരണം വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ശേഖരവുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വികാരങ്ങളുടെ അതിസമ്പന്നമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ്. സ്വാഭാവികമായിട്ടും അതിവൈകാരികമായി സംസാരിക്കുമ്പോൾ പലതും കടന്നു പറഞ്ഞു പോകും, അത് അപകടവുമാവും. ഇന്നലെ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ CPM നടത്തിപ്പ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു. പഴിക്കേണ്ടത് വിദ്യുച്ഛക്തി വകുപ്പിനെയാണോ അതോ വിദ്യാഭ്യാസ വകുപ്പിനെയാണോ? പറയേണ്ടത് രാഷ്ട്രീയമാണോ? കാരണം അതൊരു പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. ഇതൊന്നുമല്ല ചെയ്യേണ്ടതെന്നുള്ള ബോധം എനിക്ക് ഇന്നലെ ഇല്ലായിരുന്നു, പക്ഷേ ഇന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ മൗനം പാലിച്ചത്. പെട്ടെന്ന് എനിക്ക് തോന്നി, കടന്നൊന്നും പറയരുത്, ഇത് പഴിക്കാനുള്ള സമയമല്ല, പരതാനുള്ള സമയമാണ്. അതായത് ആരാന്റെ തെറ്റ് പരതാനുള്ളതല്ല, അവനവന്റെ തെറ്റ് പരതാനുള്ള സമയമാണ് എന്ന തോന്നൽ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ നാവടക്കിയത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്കൂളിൽ അധ്യാപകരാവട്ടെ, സാധാരണ ജീവനക്കാരാവട്ടെ, ആരുമാവട്ടെ, അതുപോലെ അപകടകരമായിട്ടുള്ള ഒരു ലൈൻ കമ്പി അതുവഴി പോകുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടി ഈ സ്കൂളിൽ പഠിച്ചിരുന്നുവെങ്കിൽ എന്നു പറയുന്ന വേവലാതി അവരിൽ ആർക്കെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ KSEB ജീവനക്കാർ, അതിലൊരാൾക്ക്, ഒരു മനുഷ്യനെങ്കിലും ഇത്രയും അപകടകരമായിട്ടുള്ള നിലയിൽ നമ്മളിങ്ങനെ വലിക്കരുത്, ഈ ലൈൻ ഇതുവഴി കൊണ്ടുപോകരുത്. എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് നാട്ടുകാർക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊരു KSEB ജീവനക്കാരൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അതിലെ വഴിയാത്രക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ അത് ആരുടെയൊക്കെ കണ്ണിൽപ്പെടുന്നോ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വേവലാതി എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, ആ കുട്ടിയെ ഓർത്ത് ഞാൻ എത്രത്തോളം വേവലാതി അനുഭവിക്കേണ്ടി വരുമായിരുന്നു, അവൻ്റെ ആ ഒരു ആയുസിനെ പ്രതി. അല്ലെങ്കിൽ ഈ ലൈൻ കമ്പി ഉണ്ടാക്കുന്ന, ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന അപകടത്തെ പ്രതിയുള്ള ഒരു ആശങ്ക ഉണ്ടാകില്ലേ? ആർക്കും ഉണ്ടായിട്ടില്ല, നമുക്ക് ആർക്കും അതുണ്ടായിട്ടില്ല. അപ്പോൾ ആരെയും പഴിക്കാൻ നമുക്ക് അവകാശമില്ല. വിദ്യാഭ്യാസ മന്ത്രി സ്വാഭാവികമായിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക പരിമിതിയെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ട് ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതാ പറയുന്നത്, ഇത് നമ്മളുടെ കുഴപ്പമാണ്. നമുക്ക് നല്ലതൊക്കെ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ട്, പക്ഷെ നമുക്കത് അനുഭവിക്കാനുള്ള യോഗമില്ല. കാരണം നല്ലത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ദൗർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് എല്ലാ രംഗത്തും നമ്മൾ മോശം മനുഷ്യരെ, സ്വാർത്ഥരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ കുഴപ്പമാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് മാധ്യമ പ്രവർത്തകർ ഇന്നലെ ഈ കുട്ടിയുടെ ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവത്തെ, ആ ഒരു ജീവനഷ്ടത്തെ ആഘോഷിച്ചത്. ഏതെങ്കിലും ഒരു മാപ്രയ്ക്ക് സാമ്പ്രദായിക മാധ്യമങ്ങളുണ്ട്, നവമാധ്യമങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഇന്ന് ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും ഓരോ മാധ്യമമായി പ്രവർത്തിക്കുന്ന കാലമാണല്ലേ. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, എല്ലാവർക്കും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുമുണ്ട്. ഒരാൾ പോലും ഇത്രയും അപകടകരമായിട്ടുള്ള നിലയിൽ അതുവഴി വൈദ്യുതി കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയപ്പോൾ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായിട്ടുള്ള മന്ത്രിമാർ ഭരിക്കാൻ തുടങ്ങി, നാട് ഭരിക്കാൻ തുടങ്ങി. രാജഭരണത്തിന്റെ ഒരു പ്രയോജനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, രാജാവ് എപ്പോഴും വിചാരിക്കുന്നത് രാജ്യം അയാളുടെ സ്വന്തമാണെന്നാണ്. അങ്ങനെ ഒരു വിചാരം രാജാവിന് എപ്പോഴുമുണ്ട്. രാജ്യം എന്ന് പറയുന്നത്, നാടെന്ന് പറയുന്നത് അവനവൻ്റേതാണെന്ന് രാജാവ് കരുതിയിരുന്നു. അതായത് അവനവൻ്റേതാവുമ്പോൾ കക്കില്ല, രാജാവിന് കക്കേണ്ട ആവശ്യമില്ല. രാജാവ്, ആ രാഷ്ട്രം അല്ലെങ്കിൽ ആ രാജ്യം, ആ നാട് എന്ന് പറയുന്നത് രാജാവിൻ്റെയാണ്. പക്ഷേ രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് വന്നപ്പോൾ ഈ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടേതായി സങ്കല്പത്തിലെങ്കിലും മാറിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്കറിയില്ല. രാജാധിപത്യ കാലത്ത് രാജാവ് കരുതിയിരുന്നത് ഈ നാട് സ്വന്തമാണെന്നാണെന്നുണ്ടെങ്കിൽ, ജനാധിപത്യ കാലത്തെ മന്ത്രിമാരായിട്ടുള്ള രാജാക്കന്മാർ ഈ നാട് നാട്ടുകാരുടേതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അവർക്കൊരിക്കലും അവനവൻ്റേതെന്നുള്ള തോന്നലുണ്ടാവില്ല. ജനസേവന വ്യവസായികളെ സംബന്ധിച്ച് നാട് അവരുടേതല്ല, അവരങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവസരം ലഭിച്ചാൽ കക്കും.
ഈ പാർട്ടിക്ക് വേണ്ടി ഇത്ര മാത്രം പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പാർട്ടി വിജയത്തിലെത്തിയാൽ മാത്രമേ അധികാരം കിട്ടൂ, അധികാരം കിട്ടിയാൽ മാത്രമേ ഖജനാവിലേക്ക് ഒരുപക്ഷെ ഒരു കമ്മീഷൻ വ്യവസ്ഥയിലേക്ക്, ഇപ്പോൾ നേരിട്ട് കട്ടില്ലെങ്കിൽ പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് എൻ്റേതായ ഒരു പങ്ക് ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതും അഴിമതി തന്നെയാണ്. അപ്പോൾ എന്തിനായാലും ഒരല്പം വസൂലാക്കണമെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്ത പൊതുപ്രവർത്തകന്മാർ ഈ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അഴിമതിക്കുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കുറച്ചുകൂടി ജനാധിപത്യ ബോധം നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ രാജാവിൻ്റെ സ്ഥാനത്ത് മന്ത്രിമാർ രാജാക്കന്മാരായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. പൗരന്മാർ എന്ന വിളി കേൾക്കുന്ന പ്രജകളായി നമ്മൾ അധപ്പതിച്ചും പോകും. ശരിക്കും ഈ നാട് നമ്മളുടേതാണ്. നമുക്ക് നല്ലത് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധമുണ്ടാവണം. നമ്മളിത് അർഹിക്കുന്നു എന്ന് പറഞ്ഞ്, ഇത് ആരുടെയും ഔദാര്യമല്ല. ഏതെങ്കിലും ഒരു കാര്യം ഒരു ജനപ്രതിനിധി നമുക്ക് തരുന്നത് നമുക്ക് ലഭിക്കുന്ന ഔദാര്യമല്ല, നമ്മളുടെ അവകാശമാണ്. നമ്മളെ സേവിക്കാനാണ്, നമ്മളെ ഭരിക്കാനല്ല. ഭരണാധികാരി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ആ ഒരു വ്യക്തി എന്തിനെയാണ് ഭരിക്കേണ്ടത്? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനങ്ങളെയാണ്. അതായത് ജനങ്ങളെ സേവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളെയുമാണ്. ജനങ്ങളെയല്ല ഭരിക്കേണ്ടത്, ജനങ്ങളെ സേവിക്കാനുള്ള സംവിധാനങ്ങളെ ഭരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നേരെ ചൊവ്വെ നടത്തുന്ന കാര്യപ്രാപ്തിയോടുകൂടി അത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അങ്ങനെ അങ്ങ് പ്രവർത്തിക്കാൻ കാരണമാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും നോട്ടങ്ങളും, അതൊക്കെയാണ് ഒരു ജനസേവകൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മളുടെ അവകാശമാണ് എന്ന് നമുക്ക് തോന്നണം. അതല്ലെങ്കിൽ നമ്മളുടെ പാർട്ടിക്കാർ ചെയ്യുന്ന അഴിമതികളെ നമുക്ക് പിന്തുണയ്ക്കേണ്ട സാഹചര്യം വരും. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ ജനാധിപത്യം നന്നാവില്ല. ഒരിക്കലും പൗരന്മാർ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കരുത്. അവർ നമ്മളെ സേവിക്കാൻ മത്സരിക്കട്ടെ, നമ്മളെ ഭരിക്കാൻ മത്സരിക്കുന്ന ഒരു സ്ഥിതി മാറ്റി നമ്മളെ സേവിക്കാൻ അവർ മത്സരിക്കട്ടെ, ജനങ്ങളെ സേവിക്കാൻ മത്സരിക്കട്ടെ. അങ്ങനെ മത്സരിക്കുന്നവരിൽ ഏറ്റവും നന്നായി നമ്മളെ സേവിക്കുമെന്ന് പറയുന്ന കൂട്ടർ ഭരണത്തിൽ വരട്ടെ. അവരെ നമുക്ക് നിരന്തരം നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനുള്ള ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കട്ടെ. വിവരാവകാശം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പോലും ഇത്രയും വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ചില കാര്യങ്ങൾ പൂഴ്ത്തിവെക്കും. അതൊന്നും നിങ്ങൾ അറിയേണ്ട, നമ്മളാണ് അറിയേണ്ടത്, നമ്മൾ തന്നെയാണ് അറിയേണ്ടത്. നമുക്ക് എന്തും അറിയാൻ അവകാശമുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് എന്തു വിവരവും, ഇവർ എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറത്തേക്ക് ഗമിക്കുന്ന അധോവായുവിൻ്റെ എണ്ണം നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മുടെ ജനസേവന വ്യവസായികളുടെ. അതല്ലാതെ ഇവൻ ഉണ്ണുന്ന ഉരുള പോലും നമ്മൾ അറിയണം, ഇവനെ ഉണ്ണുന്ന ഉരുള പോലും അറിയണം. കാരണം ഇത് ജനങ്ങളുടേതാണ്, നമ്മളുടെ പണമാണ്. ഇതൊക്കെ നമുക്ക് ബോധമുണ്ടെങ്കിൽ, ഇവന്മാർക്ക് മൂക്ക് കയറിടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു വിധേയത്വ ബുദ്ധിയുണ്ട്. നമ്മൾ കനത്ത ആസനങ്ങളെ താങ്ങും. നമുക്കൊരു തുല്യത എന്ന് പറയുന്ന സംഗതി ഇല്ല. അത് മാറണം. സാമൂഹ്യ മൂല്യമോ സ്വാധീനശേഷിയോ സമ്പത്തോ ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. മറ്റൊരാളുടെ ഒന്നും നമ്മുടേതുപോലും നമ്മളെ ബാധിക്കാൻ പാടില്ല. അഹങ്കാരമുള്ള ആളുകളെ ആരാധിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ അധർമ്മികളെ ആദരിക്കുകയും അരുത്. അഴിമതിക്കാരെ അംഗീകരിക്കരുത്. അനർഹമായതൊന്നും ആർജിച്ച് നമ്മളാരും അനുഭവിക്കുകയും അരുത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ അതേ പ്രാധാന്യം തന്നെ നമ്മുടെ സഹജീവിക്ക് നൽകാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. എങ്കിൽ ഉറപ്പാണ് ഈ നാട് നന്നാവും. എങ്കിലേ ഈ നാട് നന്നാവൂ. അതാണ് സത്യം.